أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട നല്ല കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ കുറേ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഒക്കെയുള്ള തൗഫീഖ്, മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്തെല്ലാമാണ് വിശേഷങ്ങളൊക്കെ? അഹ്കാമുൽ ഇസ്ലാം നിങ്ങളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടാവില്ലേ? അല്ലേ? നമ്മളെ ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ടത്, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം, എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ, കഴിഞ്ഞ ദിവസം നമ്മൾ അബ്വാബുൽ ജന്ന എന്നൊരു പാഠം തുടങ്ങി വച്ചിരുന്നു. അബ്വാബുൽ ജന്ന ഓർക്കുന്നില്ല നിങ്ങൾ? അബ്വാബുൽ ജന്ന എന്താ? അബ്വാബുൽ ജന്ന അതെ, സ്വർഗ കവാടങ്ങൾ. സ്വർഗ കവാടങ്ങൾ. സ്വർഗം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇൻഷാ അല്ലാഹ്. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം തരട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണം, നമ്മുടെ ഉസ്താദുമാർക്ക് വേണം, കൂട്ടുകാർക്ക് വേണം, കുടുംബക്കാർക്കൊക്കെ വേണം സ്വർഗം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗം തരട്ടെ. ആമീൻ. അബ്വാബുൽ ജന്ന, അതിലെന്തായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? വുളൂഇനെ കുറിച്ച്. ഓക്കെ, വുളൂഇനെ കുറിച്ച്. വുളൂ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? അറിയും. എന്തിനാണ് വുളൂ? അതൊക്കെ അറിയും ഇൻഷാ അല്ലാഹ്. വുളൂഇനെ കുറിച്ച് കൃത്യമായി നന്നായി പഠിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്, അല്ലേ? കുറേ സുന്നത്തുകൾ പറഞ്ഞു. പൂർണ്ണമായ ഒരു വുളൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഉസ്താദ് നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരും. നല്ല സുന്ദരമായി വുളൂ ചെയ്യുന്നൊരു വീഡിയോ കാണണ്ടേ? കാണണം. കാണിച്ചു തരണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വുളൂഇനെ കുറിച്ച് എന്തെല്ലാം പഠിച്ചു എന്ന് നിങ്ങൾ പറയണം. എന്താണ്? വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. കറക്റ്റ്. വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം എന്ന് പഠിച്ചു, അല്ലേ? പിന്നെയോ ഒരു ദിക്ർ ഉണ്ടായിരുന്നു, അത് ചൊല്ലണമെന്നും, അല്ലേ? എന്തായിരുന്നു ആ ദിക്ർ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറാ. ഇതാണ് ദിക്ർ, അല്ലേ? ഈ ദിക്റും ചൊല്ലണമെന്ന് പഠിച്ചു. പിന്നെയോ 3 തവണ 2 മുൻകൈകളും കഴുകണം എന്ന് പഠിച്ചു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. മുൻകൈ 2 കഴുകണം, അല്ലേ? എത്ര തവണ? 3 തവണ. പിന്നെയോ മിസ്വാക്ക് ചെയ്യണമെന്ന് പഠിച്ചില്ലേ? മിസ്വാക്ക് ചെയ്യാറില്ലേ നിങ്ങൾ? അതെ, മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക. ഓക്കെ. പിന്നെയോ
വായിൽ വെള്ളം കൊപ്പിളിക്കണം എന്ന് പഠിച്ചു അല്ലേ? പിന്നെയോ മൂക്കിൽ വെള്ളം കയറ്റി പിഴിയണം എന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് വുളൂഉമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. നോക്കിയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ ഓർമ്മ വേണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ശരിക്കും ശ്രദ്ധിച്ചിരുന്നോളൂ, ഞാൻ വുളൂഅ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി അത് നാവ് കൊണ്ട് പറഞ്ഞ് മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും അടുത്ത സ്ഥലം 3 തവണ കഴുകണം. മുഖം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ? അറിയും. മുഖം എന്ന് പറഞ്ഞാൽ ഏതാണ്? സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ താഴെ അറ്റം വരെ, ഒരു ചെവി മുതൽ അടുത്ത ചെവി വരെ, ഇതിനുള്ളിലുള്ള സ്ഥലത്താണ് എന്ത് പറയാ? മുഖം എന്ന് പറയാ അല്ലേ? ആണ്. അപ്പോൾ ആ സ്ഥലവും അതിനോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് അപ്പുറത്തേക്ക് കയറ്റി കഴുകണം. മനസ്സിലായോ? എത്ര തവണ? 3 തവണ. പിന്നീട് 2 കൈകളും കഴുകണം. ഏതുവരെ? കൈമുട്ട് കുറച്ച് കയറ്റി കഴുകണം. കൈമുട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതെ, കൈമുട്ടിൽ നിന്ന് കുറച്ചുകൂടെ കയറ്റിയിട്ട് കഴുകണം. മുട്ട് വരെ കഴുകിയാൽ മതിയോ? പോരാ. പിന്നെയോ കുറച്ച് കയറ്റി കഴുകണം. 2 കൈയും കഴുകണം. എത്ര തവണ വേണം? 2 കൈയും 3 തവണ വീതം കഴുകണം. മറക്കാൻ പാടില്ല കേട്ടോ. എന്തായിരുന്നു ആദ്യം പറഞ്ഞത്? ഞാൻ വുളൂഅ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതണം, അതോടൊപ്പം മുഖം കഴുകണം. മുഖം എങ്ങനെ കഴുകണം എന്നാ പറഞ്ഞേ? അതെ, കുറച്ച് കയറ്റി കഴുകണം. 2 കൈകളും മുട്ട് വരെ പോരാ, മുട്ടിൽ നിന്ന് കുറച്ച് കയറ്റി കഴുകണം. അതിനുശേഷം തല മുഴുവനും 3 തവണ തടവണം. എത്ര തവണ? 3 തവണ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇതാ ഇവിടെ കാണാൻ പോവുക നിങ്ങൾ വീഡിയോയിൽ. എങ്ങനെയാ തല തടവേണ്ടത്, എങ്ങനെയാ മുഖം കഴുകേണ്ടത് എന്ന്. അതിനു മുമ്പ് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരികയാണ് കേട്ടോ. ഓക്കെ. തല മുഴുവനും എത്ര തവണ? 3 തവണ തടവണം. അതിനുശേഷം നോക്കണേ, അതിനുശേഷം 2 കൈയും നനച്ച് 2 ചെവിയുടെ ഉള്ളും പുറവും തടവണം. 2 ചെവിയുടെ ഉള്ളും പുറവും തടവണം. എത്ര തവണ? അതും 3 തവണ. പിന്നീട് 2 കാലുകളും ഞെരിയാണിയിൽ നിന്ന് കുറച്ചുകൂടെ മേലേക്ക് കയറ്റി കഴുകണം. ഞെരിയാണി വരെ കഴുകിയാൽ പോരാ, ഞെരിയാണിയിൽ നിന്ന് കുറച്ചുകൂടെ മേലേക്ക് കയറ്റി കഴുകണം. എത്ര തവണ? 3 തവണ. 2 കാലുകളും. ഉസ്താദ് ഇപ്പം പറഞ്ഞ ഓർഡർ ഇല്ലേ, ക്രമം, അതനുസരിച്ച് തന്നെ ചെയ്യണം കേട്ടോ. അല്ലാതെ ആദ്യം കാല് കഴുകുക, പിന്നെ കൈ കഴുകുക, പിന്നെ മുഖം, പിന്നെ തല, അതൊന്നും പറ്റില്ല. ഡിസോർഡർ ആവാൻ പാടില്ല. ആ ക്രമം അനുസരിച്ച് തന്നെ ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞു തരാം ഉസ്താദ്, ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താ പറഞ്ഞത്? ഞാൻ വുളൂഅ് ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതി അതോടൊപ്പം മുഖം കഴുകണം. മുഖം കഴുകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതിനുശേഷം 2 കൈകളും കൈമുട്ടിൽ നിന്ന് കുറച്ച് കയറ്റി കഴുകണം. 3 തവണ വേണം ഇതെല്ലാം. അതിനുശേഷം തല മുഴുവനും തടവണം എന്ന് പറഞ്ഞു. പിന്നീടോ 2 ചെവിയും തടവണം, ഉള്ളും പുറവും തടവണം എന്ന് പറഞ്ഞു. പിന്നെയോ 2 കാലുകളും ഞെരിയാണിയിൽ നിന്ന് കുറച്ച് മേലേക്ക് കയറ്റി കഴുകണം എന്നും പറഞ്ഞു. ഓർക്കണേ, ഈ ക്രമം അനുസരിച്ചുകൊണ്ട് തന്നെ ചെയ്യണം. ഓക്കെ. അതിനുശേഷം മക്കളെ, അതിനുശേഷം 2 കൈയും കണ്ണും മേലേക്ക് ഉയർത്തി ഒരു ദുആ ഉണ്ട്, അത് ചൊല്ലണം. ആ ദുആ അത് ഉസ്താദ് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, എല്ലാവരും നോക്കൂ.
കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? അങ്ങനെയാണ് വുളു ചെയ്യേണ്ടത്. ആ മുഖം കഴുകിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ? ആ മുഖം കഴുകിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാൽ കഴുകിയത്, തല തടവിയത്, ഒക്കെ ശ്രദ്ധിച്ചു അല്ലേ? അല്ല, ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ? ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ വുളു ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുകയും വേണം. അതിനല്ലേ ഇതൊക്കെ കാണിച്ചു തരുന്നത്. എങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് ഉസ്താദ് പറഞ്ഞു തന്നു, പ്ലസ് കാണിച്ചു തന്നു. കണ്ടില്ലേ? ഇനി ഇതുപോലെ നമ്മൾ വുളു ചെയ്യണം. ആരാ ഒന്ന് പറയാ എങ്ങനെയാ വുളു ചെയ്യേണ്ടതെന്ന്? ഇന്ന് പറഞ്ഞ ഭാഗം ആരൊക്കെയോ പറയുന്നുണ്ട്. ഇനി നമുക്ക് കിതാബ് നടക്കാം. എല്ലാവരും എടുത്തോളൂ കിതാബ്. ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി നോക്കൂ. 12ാമത്തെ പേജ്. വേഗം അതെപ്പോഴും പറയുന്നതാണ്, വായിക്കുമ്പോൾ വിരൽ വെച്ച് കൂടെ വേണം കേട്ടോ. ഞാൻ വുളു ചെയ്യുന്നു എന്ന് കരുതി 3 തവണ മുഖവും അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി 2 കൈകളും, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കിതാബിലേക്ക്, 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകി തല മുഴുവനും 3 തവണ തടവി 2 കൈയും നനച്ച് ചെവി 2ഉം ഉള്ളും പുറവും 3 തവണ തടവി 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകി 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്തു. ഇത് നമ്മൾ ഒരു തവണ ഇപ്പോൾ ഉസ്താദ് വായിച്ചു, നിങ്ങൾ കേട്ടു, അത്രയേ ഉള്ളൂ. ഇനി ഉസ്താദും കുട്ടികളും കൂടി ഒരു വായനയുണ്ട് അല്ലേ? നമുക്കൊന്നുകൂടെ വായിക്കാം. നോക്കൂ, എല്ലാവരും ഉസ്താദിൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ഞാൻ വുളു ചെയ്യുന്നു എന്ന് കരുതി 3 തവണ മുഖവും പിന്നെ അതിൻ്റെ ചുറ്റുഭാഗവും കഴുകി 2 കൈകളും 3 തവണ മുട്ടിൻ്റെ മുകളിലേക്ക് കയറ്റി കഴുകി തല മുഴുവനും 3 തവണ തടവി 2 കൈയും നനച്ച് ചെവി 2ഉം ഉള്ളും പുറവും 3 തവണ തടവി 2 കാലുകളും ഞെരിയാണിയുടെ മുകളിലേക്ക് 3 തവണ കയറ്റി കഴുകി 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ദുആ ചെയ്തു. ഇനി നമ്മൾ ആ ദുആഉം കൂടി അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ വുളു പൂർണ്ണമായി. ആ ദുആ ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. അതിൻ്റെ അർത്ഥമൊക്കെ ഉണ്ട്, അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അർത്ഥം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആ ദുആ ഒന്ന് ചെയ്യാം. എല്ലാവരും നോക്കണേ. ഉസ്താദ് ഇതിലിങ്ങനെ നോക്കും, എന്നിട്ടൊന്ന് ചൊല്ലിത്തരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അടുത്തതിൽ ഉസ്താദും കുട്ടികളും ഒരുമിച്ച് ചൊല്ലുക. ആദ്യം ഒന്ന് കേൾക്കണേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇനി ഉസ്താദ് ഒന്ന് ചൊല്ലിത്തരാം, കേട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഉസ്താദിന്റെ കൂടെ ചൊല്ലുന്നത് ഓക്കെ, എന്നാൽ ഉസ്താദിന്റെ കൂടെ ചൊല്ലാം. ബാക്കി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതാണ് ദുആ. ഈ ദുആ എപ്പോൾ ചൊല്ലാനുള്ളതാണ്? വുളൂഇന് ശേഷം ചൊല്ലാനുള്ളതാണ്. മക്കളെ, നിങ്ങൾക്കറിയോ? നോക്കൂ, ഈ ദുആ വുളൂഇന് ശേഷം നമ്മൾ പതിവാക്കിയാൽ, ഈ ദുആ ഇല്ലേ, വുളൂഇന് ശേഷം നമ്മൾ പതിവാക്കിയാൽ, അതായത്
വുളു ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ദുആ ചൊല്ലുക. ഇങ്ങനെ എപ്പോൾ വുളു ചെയ്യുന്നോ അപ്പോഴൊക്കെ ഈ ദുആ ചെയ്താൽ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും നമുക്കായി തുറന്നു തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർഗത്തിന് ഒരുപാട് വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ ഇഷ്ടമുള്ള വാതിലിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം. ഈ ദുആന്റെ അർത്ഥം നിങ്ങൾ പഠിക്കൂട്ടോ, അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും എല്ലാ വാതിലുകളും തുറന്നു തരും. ആർക്ക്? വുളൂ ചെയ്തതിന് ശേഷം ഈ ദുആ പതിവാക്കുന്ന ആൾക്ക്. അത്ര പുണ്യമുള്ള ദുആ ആണിത്. അതുകൊണ്ട് കൃത്യമായി എല്ലാവരും പഠിക്കണം. വുളൂ ചെയ്തതിന് ശേഷം ഈ ദുആ എല്ലാവരും ചൊല്ലണം. മറക്കൂലല്ലോ? മറക്കൂല. എല്ലാവരും ചൊല്ലാൻ മറക്കൂല. ഇത് കൃത്യമായി പഠിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ശരിക്ക് വുളൂ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ വുളൂ ചെയ്യണം. ഈ ദുആ നിങ്ങൾ മനഃപ്പാഠമാക്കണം. വുളൂഇന് ശേഷം ഈ ദുആ പതിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കുകയും അങ്ങനെ സ്വർഗത്തിലെത്തുകയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നിർത്താം അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.